വിശാഖം, അനിഴം, തൃക്കേട്ട, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. അതായത് ഈ ജൂലൈ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ജ്യോതിഷ ഫലപ്രകാരം തെളിഞ്ഞു കാണുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഓരോ നക്ഷത്രക്കാരോടും എടുത്തു പറയേണ്ട തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. കാരണം നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വിശാഖം, അനിഴം, തൃക്കേട്ട, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ജീവിതത്തിൽ അത്രയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇതിൽ ചിലർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിലും ചില തടസ്സങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി മാറി പല കാര്യതടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക പിരിമുറുക്കവും കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരികയും ചെയ്യുമ്പോൾ പലപ്പോഴുമായി എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു നല്ല സമയം ഉണ്ടാകാത്തത് എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിക്കാറുണ്ട്. എന്നാൽ ജ്യോതിഷപരമായി പറയുമ്പോൾ എത്ര വലിയ തരത്തിലുള്ള ദോഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഒരു ഭാഗ്യകരമായ സമയം തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും അതുപോലെ തന്നെ ശുഭകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കാണുവാനും കഴിയും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാര്യം നിങ്ങളിൽ ഒരു ശുഭസമയം തെളിയണമെന്ന് തന്നെയാണ്. ഇനി നേരെ മറിച്ച് ദോഷസമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എത്രയൊക്കെ ജീവിതത്തിൽ പരിശ്രമിച്ചു എന്ന് പറഞ്ഞാലും കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ 8 നക്ഷത്രക്കാരെയും സംബന്ധിച്ചിടത്തോളം ദീർഘനാളുകൾക്ക് ശേഷം നിങ്ങൾ പോലും അമ്പരന്ന് പോകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു സമയമാണ്. അപ്രകാരം നോക്കുമ്പോൾ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ കുറച്ച് നാളുകളായി കണ്ണുനീരിൻ്റെയും ദുഃഖങ്ങളുടെയും കഷ്ടകാലങ്ങളുടെയും സമയമായിരുന്നു എന്നതാണ് സത്യം. അതായത് തുടർച്ചയായി ജീവിതത്തിൽ നിങ്ങൾ ഒരു പരക്കം പാച്ചിലിലാണ് എന്ന് തന്നെ പറയാം. അതായത് എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ജീവിതത്തെ ഒരു കരയ്ക്ക് എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇതിൽ തന്നെ ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ഇപ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞു നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതയും
നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതിലും അധികമായിരിക്കുന്നു എന്നത് മാത്രമല്ല, മാനസികമായും നിങ്ങളെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് വിശാഖം നക്ഷത്രക്കാരുടെ കാര്യമാണ്. കാരണം മുൻപത്തെ അധ്യായം കണ്ടവർക്കറിയാം, വിശാഖം നക്ഷത്രക്കാരിൽ ഈ ജൂലൈ മാസത്തിൽ വളരെ വലിയ ഒരു ദോഷം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ആ ദോഷത്തെ മറികടക്കുവാനുള്ള പരിഹാരവും അന്നത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അധ്യായം കാണാത്ത ഒരു വിശാഖം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. കാരണം ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമായി വരുമ്പോൾ വിശാഖം നക്ഷത്രക്കാരിൽ നിലനിന്നിരുന്ന ആ ദോഷത്തിന് ശമനമുണ്ടാകുമെങ്കിലും തീർച്ചയായും അതിൽ പറഞ്ഞിരിക്കുന്ന പരിഹാരം നിങ്ങൾ ചെയ്തേ മതിയാവും. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല ദുരനുഭവങ്ങളും ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ഇതിൽ ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾ ഒരു നല്ല തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുവാനായി നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പല സമയങ്ങളിലും ജോലി സ്വന്തമാകുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് നിങ്ങൾക്ക് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റു ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമേഖലയിൽ തീരെ തൃപ്തി കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള വരുമാനം നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല, മാനസികമായും വളരെയേറെ പ്രതിസന്ധികളാണ് കർമ്മമേഖലയിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് വളരെ ഗുണകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പല ശുഭകരമായ വാർത്തകളും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വൃശ്ചികം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാർ ഇതിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയമായിരിക്കും ഇത്. കൂടാതെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില വൃശ്ചികം രാശിക്കാർ വിദേശയാത്രാ തടസ്സം വളരെയധികം നേരിടുന്നു. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയും എല്ലാ വിധത്തിലുള്ള പരിശ്രമവും നിങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാര്യം നടക്കാത്ത തരത്തിലുള്ള പല തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വൃശ്ചികം രാശിക്കാരിൽ വിദേശയാത്ര യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഭാഗ്യസമയം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മുഴുവനായി ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ പോലും പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിലൂടെ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു പുരോഗതി നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഇത്. പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാർ പരിഹാരം കാണുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ചില കടബാധ്യതകൾക്ക് ഈ സമയത്ത് പരിഹാരമാവുകയും അതുപോലെ തന്നെ ചില പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരെ പറ്റിയാണ്. അതായത് വളരെ വേഗത്തിൽ
ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതിലൂടെ തന്നെ വളരെ വലിയ ഒരു ധനനഷ്ടം അനുഭവിക്കേണ്ടി വരുന്നതും ഇതിൽ ചില വൃശ്ചികം രാശിക്കാർക്ക് ഒരു തുടർക്കഥ പോലെ കുറച്ച് നാളുകളായി അനുഭവത്തിൽ വരികയാണ്. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു സമയത്ത് മാറ്റം ലഭിക്കുകയും മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ചെയ്യും. കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള യോഗമുണ്ടാവുകയും എന്തെന്നില്ലാത്ത ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും സവിശേഷകരവുമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ കഷ്ടകാലങ്ങളും ദുരിതങ്ങളും ഇല്ലായ്മകളും ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് എങ്ങനെയൊക്കെ തലകുത്തി മറഞ്ഞെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരു മേൽഗതിയിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അതായത് ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളെയും എല്ലാ സന്തോഷങ്ങളെയും ഏതോ ഒരു ദുഷ്ടശക്തി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സാമ്പത്തിക കാര്യങ്ങളിലായിരുന്നാലും കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളിലായിരുന്നാലും നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില സാഹചര്യങ്ങളിലായിരുന്നാലും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് പ്രതിസന്ധികളും തടസ്സങ്ങളും മാത്രമാണ്. ഇതിൽ തന്നെ പൂരം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വളരെ കാഠിന്യമേറിയ ചില ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ നിങ്ങൾ ഈ സമയത്ത് ആ അധ്യായത്തിൽ പറഞ്ഞ പരിഹാര കർമ്മം ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിലനിൽക്കുന്ന ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ ഈ ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം വളരെ സഹായകമാകും. അപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഒട്ടനവധി സന്തോഷകരമായ കാര്യങ്ങളാണ്. ഇതിൽ തന്നെ ഒന്നാമതായി പറയേണ്ടത് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ചില പ്രതിസന്ധികൾ ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾക്ക് വിവാഹ തടസ്സവും മറ്റു ചില ആളുകൾക്ക് വിവാഹം പറഞ്ഞുറപ്പിച്ചതിന് ശേഷവും ഒട്ടനവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ വിവാഹ തടസ്സം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്കായാലും നേരെ മറിച്ച് വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം വളരെയേറെ ഭാഗ്യകരമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മാനസിക പിരിമുറുക്കവും കാര്യതടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മംഗളകരമായ ഒരു മാറ്റം ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ജോലി വരെ ലഭിക്കാതെ പോയ തരത്തിലുള്ള ഒരു ദുരവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അതായത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വരുമാനമില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ കർമ്മമേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയും കൂടെ ആയപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ചില്ലറയല്ല. എന്നാൽ അത്തരത്തിൽ ലഭിക്കുവാനിരുന്ന ജോലി നഷ്ടമായി പോയ ചില ചിങ്ങം രാശിക്കാർക്കും അതുപോലെ തന്നെ
വളരെയധികം പരിശ്രമിച്ചിട്ടും ജോലി കാര്യങ്ങൾ ശരിയാകാത്ത തരത്തിൽ തടസ്സങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്കും ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം അസാമാന്യ ഭാഗ്യങ്ങളെയാണ് കരുതി വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുവരെ നിങ്ങൾ വാങ്ങിയിരുന്നതിലും ഇരട്ടി ശമ്പളം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന തരത്തിലുള്ള ചില ഉന്നത സ്ഥാനങ്ങളിലേക്ക് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് എത്തിപ്പെടുവാൻ കഴിയുകയും ചിങ്ങം രാശിക്കാരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ഉയർച്ച നേടിയെടുക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഫലപ്രകാരം വ്യക്തമാകുന്നത്. ഇനി ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുവാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ്. അതായത് അന്നേ ദിവസം നിങ്ങൾ തുടങ്ങി വെക്കുന്ന നിക്ഷേപങ്ങൾ ഇരട്ടിക്കും എന്നത് മാത്രമല്ല, ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ ലാഭമായിരിക്കും നൽകുക. ഒപ്പം തന്നെ ഇതിൽ കടബാധ്യതകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയും ഇതിനൊക്കെ എന്നാണ് ഒരു പരിഹാരമുണ്ടാവുക എന്ന് മനസ്സിൽ ചിന്തിച്ച് വിഷമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ ഒരു സമയം മഹാഭാഗ്യകരമാണ്. അതായത് പല വഴികളിൽ നിന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നതിലൂടെ സാമ്പത്തികമായി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാനുള്ള ഭാഗ്യം കൈവരുകയും ചെയ്യും. മാത്രമല്ല, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്ത ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുകയും ചെയ്യുന്ന സമയവും കൂടിയാണ് ഇത്. ഇനി ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ദിവസമാണ്. ഇനി അടുത്തതായി ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണകരമായി വരുന്നതിലൂടെ ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ പല ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിൽ നിന്നും അവിശ്വസനീയമായ രീതിയിൽ പുറത്തു കടക്കുവാനുള്ള ഭാഗ്യം തെളിയുന്ന സമയമാണ് ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർ കടബാധ്യതകൾക്കുള്ളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ദിവസവും പെരുകി വരുന്ന കടം എങ്ങനെ തീർക്കണമെന്ന് അറിയാതെ ജീവിതം വരെ മതിയാക്കിയാലോ എന്ന് ചിന്തിച്ച ചില ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. ഇതിൽ തന്നെ പ്രത്യേകമായി പറയുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ ചില ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ആ ദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷണം നൽകും. എങ്കിൽ പോലും മുൻപ് പറഞ്ഞിരുന്ന പരിഹാര കർമ്മം ചിത്തിര നക്ഷത്രക്കാർ ചെയ്തേ മതിയാകൂ. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള കഷ്ടകാലങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒട്ടനവധി കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ എടുത്തു പറയുമ്പോൾ ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് അന്നേ ദിവസം നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശുഭകരമായ മാറ്റങ്ങൾ അന്നേ ദിവസം ഉണ്ടാകും. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു തൃപ്തികരമായ അവസ്ഥയിലല്ല നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങളുള്ളത്. അതിനാൽ തന്നെ അവിടെ ചില മാറ്റങ്ങളും തൊഴിൽ മേഖലയിലെ ഒരു ഉയർച്ചയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കന്നിരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇത്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന
ചില കന്നിരാശിക്കാർക്ക് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തടസ്സം അനുഭവത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വസ്തുവിൽപ്പന, വീട് പണി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെന്നില്ലാത്ത തടസ്സങ്ങളാണ് ചില കന്നിരാശിക്കാർ അനുഭവിക്കുന്നത്. എന്നാൽ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമാകുന്നതോടെ ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച തന്നെ വസ്തുവിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ വീട് പണി പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്ന ചില കന്നിരാശിക്കാർക്ക് വീണ്ടും വീടിൻ്റെ പണി പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും. കൂടാതെ തന്നെ കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനം അനുഭവത്തിൽ വരികയും ജീവിതത്തിലെ പല കാര്യങ്ങളിലൂടെയും ഈശ്വരാധീനം കൂടെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന തരത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയവുമായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച അനുഭവത്തിൽ വരുവാൻ പോകുന്നത് നിങ്ങൾ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ചില ഭാഗ്യങ്ങളായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.